അപ്പോൾ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ അതും നിങ്ങളുടെ വിലയേറിയ ഒരല്പസമയത്തെ നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: വാഗ്ദാനങ്ങളെപ്പറ്റി. വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുള്ളത് മനുഷ്യരോടാണ്, മറ്റൊന്നിനോടുമല്ല. മനുഷ്യനെന്ന് പറയുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മനുഷ്യനോടാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ചലിക്കുന്നത്, രണ്ടാമതായിട്ട് ചേഷ്ട, അതായത് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നവരാണ്. മൂന്നാമതായിട്ട് ചിന്തിക്കുന്നവരാണ്. നാലാമതായിട്ട് ബുദ്ധിയുള്ളവരാണ്. അതാണിവിടെ ദൈവം മനുഷ്യനെ പറ്റി പറയുന്നതും മനുഷ്യൻ ദൈവത്തിൻ്റെ സമ്പത്താണ്, അവരുടെ മക്കളാണ്. അപ്പോൾ ആ ദൈവത്തെ നാം ആരാധിക്കുകയും ആ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമാണ് വാഗ്ദാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വാഗ്ദാനം എന്തൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ അത് ദൈവം മനുഷ്യനോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനമാണ്. എല്ലാ നാളും എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ കൂടെ എപ്പോഴും എല്ലാ നാളും ഇരിക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും വേർപെട്ട് വിരിഞ്ഞു പോകുന്നവരും പിന്നെയും കൂടിച്ചേരുന്നവരുമാണെങ്കിലും ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, എല്ലാ നാളും എല്ലായ്പ്പോഴും എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നതായ സകല മനുഷ്യരോടും പറഞ്ഞിരിക്കുന്നതാണ്, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ആ വാഗ്ദാനം. അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അറിയുകയും ദൈവത്തെങ്കിലേക്ക് നാം അടുത്ത് ചെല്ലുകയും ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ നാം അറിയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലെ പരമാർത്ഥതകളെ അറിഞ്ഞുകൊണ്ട് നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മോട് കൂടെ ഇരിക്കുവാൻ എപ്പോഴും ദൈവം ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റേതായ വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവം കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. ദാവീദിൻ്റെ സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനം യേശു വാഗ്ദത്തം ചെയ്യപ്പെട്ട രക്ഷിതാവാണ്. ദാവീദിൻ്റെ സന്തതിയിൽ യേശു ജനിക്കുമെന്നുള്ളത് മുൻകൂട്ടി തന്നെ പ്രവാചകന്മാർ
ഈ ലോകത്തോട് വിളിച്ചു പറയുകയും അത് കാത്തിരുന്നവർ ആ വാഗ്ദത്തം കാണുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ ഭാഗ്യമുള്ളവരാണ് പുതിയ നിയമത്തിലെ വിശ്വാസികൾ, അല്ലെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ എന്ന് ബൈബിൾ പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ വരവിനെ പറ്റി പ്രവചിച്ച ഒരു പ്രവാചകന്മാരും യേശുവിനെ കണ്ടിട്ടില്ല, കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിന് ഭാഗ്യം ലഭിച്ചവരോ ആ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ യേശു ആരാണെന്ന് അറിയുവാൻ ഭാഗ്യമുള്ളവരാണ് പുതിയ നിയമത്തിലെ വിശ്വാസികളെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു എന്ന് അവിടെ കാണുവാൻ കഴിയും. ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തിരിക്കുകയാണ്. അത് പിതാവായ ദൈവം ചെയ്തിരിക്കുന്നതായ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിറവേറ്റപ്പെട്ടു. അതനുഭവിക്കണമെങ്കിൽ നാം നമ്മുടെ ഈ ജീവിതത്തിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിനായി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജീവനുള്ളതിനെപ്പറ്റി ജീവൻ്റെ ലക്ഷണം എന്താണെന്നുള്ളത്. കാരണം യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുകയും ഞാൻ വീണ്ടും വരികയും ചെയ്യുമെന്നും എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ് യേശു വീണ്ടും വരുന്നതെന്നും തിരുവെഴുത്ത് പറയുന്നുണ്ട്. ആ കാലഘട്ടം തികയാറായിരിക്കുന്നു എന്ന് ലോകസംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിച്ച് കളയരുത്. വാഗ്ദത്തകാലം അടുത്തപ്പോൾ ഇവിടെ പറയുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു എന്നാണ്. കാരണം അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്: നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രം പോലെയും പെരുകും, ആർക്കും എണ്ണിക്കൂടാൻ കഴിയാതെ വണ്ണം. ഇവിടെ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുമായി ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നാം തിരിച്ചറിഞ്ഞുവെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നുവെങ്കിൽ, സമ്പത്താകട്ടെ, സന്തതിയാകട്ടെ, ഏതെല്ലാം സൗഭാഗ്യങ്ങളാകട്ടെ, അതൊക്കെയും ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതല്പം താമസിച്ചാലും നിങ്ങൾക്ക് തന്നെ ലഭിക്കുകയും നിങ്ങളതിനെ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള യഥാർത്ഥ്യം ഇവിടെ തിരുവെഴുത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനോട് 75-ാമത്തെ വയസ്സിലാണ് ദൈവം ഇപ്രകാരം പറഞ്ഞത്: നിന്റെ സന്തതിയെ ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം ഈ ഭൂമിയിൽ പെരുകുമെന്ന്. എന്നാൽ 100 വയസ്സായപ്പോഴാണ് അബ്രഹാമിനൊരു മകൻ ജനിക്കുന്നതും അതിൽ കൂടി സന്തതി പരമ്പരകൾ വർദ്ധിക്കുകയും ചെയ്തത്. അതാണ് മിസ്രയീമിൽ ഈ ജനം വർദ്ധിച്ചപ്പോൾ എന്ന് പറയുന്നത്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ സകലവും നാം പ്രാപിക്കുകയും അതനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ, പ്രിയമുള്ളവരെ, നല്ല സമാധാനത്തോടെ, നല്ല സന്തോഷത്തോടെ നമ്മുടെ വീടുകളിൽ, നാം ഇടപെടുന്ന വ്യക്തികളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്
അത് സമ്പത്താകണമെങ്കിൽ രാജ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് നാം മാതൃകയുള്ളവരും ജനത്തിന് വളരെ വേണ്ടപ്പെട്ടവരുമായിത്തീരണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നാം അനുസരിക്കുകയും ദൈവത്തിൽ ഭയപ്പെടുകയും ദൈവം നമ്മളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോഴും മാത്രമാണ് ഇസ്രായേലിനുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതും അത് നമ്മളും നമ്മുടെ തലമുറകളും ഇവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. അതാണിവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുറയായാലും ധനമായിരുന്നാലും പുകഴ്ചയായിരുന്നാലും അത് നമുക്ക് ലഭിക്കുമെന്നുള്ള യാഥാർത്ഥ്യം പ്രിയമുള്ളവർ നാം തിരിച്ചറിയേണ്ടതാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണമേ എന്ന് തിരുവെഴുത്ത് നമ്മെ പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തുകയാണ്. വാഗ്ദാനം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നത് വാഗ്ദാനം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്തെല്ലാവരെയും പാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു എന്ന് ഇവിടെ കാണുവാൻ കഴിയും. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ പാപികളാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്. അതിനും അപ്പുറത്തേക്കും അവർ കടന്നു പോരാറുണ്ട്. എന്നാൽ മനുഷ്യൻ പാപിയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു. കാരണം മനുഷ്യൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവൻ ചെയ്യുന്നതോ തിന്മ മാത്രമാണ്. ആരോടാണ് അവൻ തിന്മ ചെയ്യുന്നത്? അവൻ തിന്മ ചെയ്യുന്നത് ദൈവത്തോടും ദൈവത്തിൻ്റെ വ്യവസ്ഥകളോടുമാണ്. മനുഷ്യനോട് മനുഷ്യൻ ചെയ്യുന്നത് ഒരിക്കലും അവൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും തിരുവെഴുത്തുകളിലും പ്രകാരം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരുമായ സകല മനുഷ്യരെയും അവൻ രക്ഷിക്കുമെന്നും അവർക്ക് നിത്യതയിൽ ദൈവത്തോടു കൂടെയുള്ള വാസം ലഭിക്കുമെന്നും തിരുവെഴുത്ത് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ഒരു സന്തതിയെക്കുറിച്ച് അബ്രഹാമിന് നൽകിയ വാഗ്ദാനം, രാജാവിനെക്കുറിച്ച് ദാവീദിന് നൽകിയ വാഗ്ദാനവും പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ന് റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കൂടി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആകയാൽ പ്രിയമുള്ള സഹോദരന്മാരെ, ദൈവത്തിൽ നിന്ന് നമുക്ക് വാഗ്ദാനങ്ങളെ പ്രാപിക്കുകയും തലമുറയോളം അത് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മെ കഴിഞ്ഞും ഉന്നതനായ ദൈവത്തിങ്കൽ നാം ആശ്രയം വയ്ക്കുകയും ആ ദൈവത്തെ നാം അനുസരിക്കുകയും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ധാരാളം ധനമുണ്ടായെന്നിരിക്കാം, സമ്പത്ത് വർദ്ധിച്ചെന്നിരിക്കാം, തലമുറകൾ ഒത്തിരി ഉണ്ടായെന്നിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനമോ സന്തോഷമോ സ്നേഹമോ ആ വീട്ടിലോ അവരെ കൊണ്ട് സമൂഹത്തിലോ രാജ്യത്തോ ഉണ്ടാകുകയില്ല. മറിച്ച് അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാകുമ്പോൾ മനുഷ്യനും സമൂഹത്തിനും രാജ്യത്തിനും അവർ ശത്രുക്കളായി തന്നെ ഇരിക്കും. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, ദൈവത്തെ അനുസരിക്കണം എന്നുള്ളത്. ആരുടെയും ഇഷ്ടപ്രകാരമല്ല ഇപ്രകാരമുള്ള പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നത്. കാരണം മനുഷ്യൻ്റെ അകത്ത് പാപമെന്ന കറ അല്ലെങ്കിൽ ആ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നത് കാരണം അവന് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും
അവന് മാത്രം സ്വൈരവിഹാരം നടത്തുവാനും അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെയും മറിച്ചു കളഞ്ഞുകൊണ്ട് താങ്കളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ദോഷമായി തീരുന്നത് എന്ന് തിരുവെഴുത്ത് ബോധ്യമാക്കുന്നു. ആയതിനാൽ നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തിനും നമ്മൾ മുതൽക്കൂട്ടാകണമെങ്കിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സർവോപരി ആത്മാവിൻ്റെ രക്ഷയ്ക്കും വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ച ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.